എൻ്റെ പേര് ബാഹുലേനാണ്. ധനുവച്ചപുരം സ്വദേശിയാണ്. ദേശീയ കായികതാരം. ഞാൻ ജോലിക്ക് കയറിയിട്ട് 10 കൊല്ലം ഇന്നലെ തികയുന്നു. 10 കൊല്ലമായി ഡെയിലി ബേസായിട്ടാണ് ജോലി ചെയ്യുന്നത്. കൊല്ലത്തായിരുന്നു 9 കൊല്ലം ജോലി ചെയ്തത്. ആശ്രമം മൈതാനത്തിലെ കോക്കി സ്റ്റേഡിയത്തിലാണ് ജോലി ചെയ്തത്. 2014 ജൂലൈയിലാണ് ജോലിക്ക് കയറിയത്. 10 കൊല്ലം കഴിഞ്ഞെന്നാണ്. എന്നെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. കലക്ടർ ഓർഡർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നപ്പം തന്നിരുന്നു. 10 കൊല്ലം ആവുന്ന അടിസ്ഥാനത്ത് ശരിയാക്കണം. കായിക താരങ്ങൾക്ക് 10 കൊല്ലമൊന്നും വേണ്ട. 50% കായിക താരങ്ങൾക്കും ഏത് സമയം വേണം ശരിയാക്കാം. 3 കൊല്ലമായാലും ശരിയായതുണ്ട്. അത് നമ്മൾ പറയുന്നില്ല. എല്ലാവരും ശരിയായി കൊണ്ടുപോട്ടെ. അതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മൾ 10 കൊല്ലമായി ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇനി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ടിലേക്ക് പോകാനുള്ള തീരുമാനം. ഇനിയിപ്പം ചാനലുകാർ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇതിൽ 1 കൊല്ലമായിട്ടേ നിൽക്കുള്ളൂ. അത് കഴിയുമ്പം വേറെ വാർത്ത പറയാനുള്ള തയ്യാറിലേക്ക് അങ്ങ് പോകും. അത് അത്രയും സമയമായിട്ട് ഇവിടെ കാണത്തുള്ളൂ സ്പോർട്സ് കൗൺസിൽ. ഇപ്പം ഞാൻ ആറ്റിങ്ങൽ ശ്രീ സ്റ്റേഡിയത്തിലാണ് ജോലി ചെയ്യുന്നത്. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന പ്യൂണായിട്ട് മാറ്റിയാൽ ശരിയാക്കാൻ പറ്റുള്ളൂ. പ്യൂണായിട്ട് 2 വട്ടം അപേക്ഷ കൊടുത്തിട്ടും പിന്നെ പ്യൂണായിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. 10 കൊല്ലം ആകുമ്പോൾ നേരത്തെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. ഇപ്പോൾ ലൈവാണ് പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2014 ജോലിക്ക് കയറുന്നു. കൊല്ലം ആശ്രമം മൈതാനത്തിലേക്ക് കയറുന്നു. അവിടെ നിന്ന് 9 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് വരുന്നു 6 മാസത്തിന് മുമ്പേ. അതിനുശേഷമാണ് ഞാൻ ആറ്റിങ്ങിലേക്ക് വരുന്നു സെക്യൂരിറ്റി ആയിട്ട്. അവിടെ ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരനായിട്ടാണ് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത്. സംസ്ഥാന മീറ്റിൽ 1500 അമച്ചർ മീറ്റിൽ ഫസ്റ്റ് ഉണ്ട്. 5000 മീറ്റർ സെക്കൻഡ് ഉണ്ട്. സബ് സോൺ മീറ്റിൽ 3000 മീറ്ററിൽ 1ാം സ്ഥാനമുണ്ട്. ദേശീയ മാരത്തോണിന് കേരളത്തിൽ നിന്ന് 3 വട്ടം പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കൽ 2ാമത്, ഒരിക്കൽ 6ാമത്, ഒരിക്കൽ 8ാമത്. ദേശീയ മത്സര വെറ്ററൻസ് മീറ്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മീറ്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മീറ്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കൊക്കെ നിരവധി മെഡൽ നേടിയിട്ടുണ്ട്. 2500-ലേറെ ക്ലബ്ബുകൾക്ക് പാറശാല കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടി. ലിങ്കോ ബുക്ക് വേൾഡ് റെക്കോർഡിൽ എൻ്റെ റെക്കോർഡാണ്. ഗിന്നസിലും ആ റെക്കോർഡിൽ എൻ്റെ പേരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾക്ക് ശബരിമലയിൽ 208 കിലോമീറ്റർ 1 ദിവസം കൊണ്ടോടി. ഗുരുവായൂർ 367 കിലോമീറ്റർ 2 ദിവസം കൊണ്ടോടി. പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി 5.5 ലക്ഷം രൂപ 60 ക്യാൻസർ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഒരുപാട് സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ആറ്റിങ്ങലാണ് ജോലി ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്ത കണ്ട് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.